അവിടെ പാർട്ടിയുടെ നേരത്തെ ഉണ്ടായിരുന്ന ഇത് NCP-SP-യുടെ ഇപ്പോൾ ശ്രീ ശശീന്ദ്രൻ മന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ മൗലവി, അദ്ദേഹം റസാഖ് മൗലവിയുടെ ഒരു ബന്ധു കൂടിയാണ് അവരുടെ സ്ഥാനാർത്ഥി. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ സഹോദരിയാണ്. അപ്പോൾ അതിന് വിജയിപ്പിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആവശ്യമാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മുടെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള ഹാരിസ് ബാബുവിനെ പട്ടാമ്പിക്കടുത്ത് തിരുവേഗപ്പുറ നമ്മുടെ ഇലക്ഷൻ ഓഫീസിലൊന്ന് കാണുകയും അവിടെ പൈസ ഓഫർ ചെയ്യുകയും ചെയ്തു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 10 ലക്ഷം രൂപ വരെ ഓഫർ ചെയ്യുന്നുള്ളതാണ്, നിങ്ങൾ പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച ഈ നോമിനേഷൻ കൊടുത്ത അന്നാണ് ഈ പറയുന്ന ഇത്തരത്തിൽ ഓഫറുമായി വന്ന്. അപ്പോൾ അദ്ദേഹം നിരസിച്ചു. അദ്ദേഹം പറഞ്ഞു ഇത് പാർട്ടിയുടെ തീരുമാനമാണ്, അതിൽ ഒരു മാറ്റം എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ വീഡിയോ പോലും ഉണ്ട് അവിടെ വന്ന് സംസാരിച്ചതിൻ്റെ തെളിവുകളടക്കം. പാലക്കാട് കാരാക്കുറിശി പഞ്ചായത്തിലെ 17-ാം വാർഡ് NCPക്ക് വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു വാർഡാണ്. പക്ഷേ ഇക്കുറി NCP വിമത പക്ഷവും ഔദ്യോഗിക പക്ഷവും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. 2 സ്ഥാനാർത്ഥികളുടെ പേരും ഷാഹിന എന്ന് തന്നെയാണ്. പക്ഷേ ഔദ്യോഗിക പക്ഷത്തിന് അവരുടെ ചിഹ്നമായ നാഴികമണി ഇക്കുറി അനുവദിക്കപ്പെട്ടില്ല. അതിന് പിന്നിൽ വലിയ രീതിയിലുള്ള ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. നമ്മോടൊപ്പം NCP ദേശീയ ജനറൽ സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടി ചേരുകയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചൊരു കാര്യം? പാർട്ടിയിലെ പിളർപ്പുണ്ടായതിന് ശേഷം ഔദ്യോഗിക ചിഹ്നവും കൊടിയും ഞങ്ങൾക്കാണ് കിട്ടിയത്. അജിത് പവാർ വിഭാഗത്തിനാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിവിടെ ഒരു മുന്നണിയിലും ഇല്ല, ഒറ്റയ്ക്ക് നിന്നിട്ടാണ് മത്സരിക്കുന്നത്. എന്നുവെച്ചാൽ ഇവിടെ മഹാരാഷ്ട്രയിൽ മാത്രമാണ് NDയുമായിട്ടുള്ള ഒരു ബന്ധമുള്ളത്. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഒറ്റയ്ക്കാണ്. ഇപ്പോൾ ബീഹാറിലും ഒറ്റയ്ക്കാണ് മത്സരിച്ചത്, അതുപോലെ തന്നെ ഡൽഹിയിലും ഒറ്റയ്ക്കാണ് മത്സരിച്ചത്, അതിനിപ്പോൾ കാശ്മീരിലും. അപ്പോൾ ഇവിടെ ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഒട്ടുമിക്ക നമുക്ക് NCPക്ക് എല്ലാ ജില്ലകളിലും ആളുകളുണ്ടെങ്കിലും ചില പഞ്ചായത്തുകളിൽ സ്ട്രെങ്ത് ഉള്ളിടത്ത് മാത്രമാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത്. അതിൽ ഇതുപോലെ 20 വർഷമായി NCP കാൻഡിഡേറ്റ് പഞ്ചായത്തിൽ ജയിക്കുന്നതാണ് കാരാക്കുറിശിയിലെ ഈ 17-ാം വാർഡ്. അപ്പോൾ അവിടെ ഒഫീഷ്യൽ ചിഹ്നം ഞങ്ങൾക്കായോട് തീർച്ചയായിട്ടും അവിടെ സ്ട്രെങ്ത് ഉള്ളതുകൊണ്ട് ഞങ്ങളവിടെ സ്ഥാനാർത്ഥി നിർത്തിയിരുന്നു. അവിടെ NCP-SP-യും നിർത്തിയത് ഷാഹിന എന്ന പേരുള്ള അവരുടെ ചിഹ്നത്തിലാണ്, കാഹളമൂതുന്ന മനുഷ്യൻ എന്നുള്ള ആ ചിഹ്നത്തിലാണ് നിർത്തിയത്. അപ്പോൾ തീർച്ചയായും ഈ പരിചയമുള്ള ചിഹ്നം ഞങ്ങളുടേതായതുകൊണ്ട്, പേരും ഒന്നായതുകൊണ്ട്, പിന്നെ അവിടുത്തെ ഒട്ടനവധി ആളുകൾ പാർട്ടിക്ക് അവിടെ കൂടുതലുള്ളതുകൊണ്ട് തീർച്ചയായും ആ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നുള്ളതുകൊണ്ട് അവിടെ പാർട്ടിയുടെ നേരത്തെ ഉണ്ടായിരുന്ന ഇത് NCP-SP-യുടെ ഇപ്പോൾ ശ്രീ ശശീന്ദ്രൻ മന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ മൗലവി, അദ്ദേഹം റസാഖ് മൗലവിയുടെ ഒരു ബന്ധു കൂടിയാണ് അവരുടെ സ്ഥാനാർത്ഥി. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ സഹോദരിയാണ്. അപ്പോൾ അതിന് വിജയിപ്പിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആവശ്യമാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മുടെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള ഹാരിസ് ബാബുവിനെ പട്ടാമ്പിക്കടുത്ത് തിരുവേഗപ്പുറ നമ്മുടെ ഇലക്ഷൻ ഓഫീസിലൊന്ന് കാണുകയും അവിടെ പൈസ ഓഫർ ചെയ്യുകയും ചെയ്തു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 10 ലക്ഷം രൂപ വരെ ഓഫർ ചെയ്യുന്നുള്ളതാണ്, നിങ്ങൾ പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച ഈ നോമിനേഷൻ കൊടുത്ത അന്നാണ് ഈ പറയുന്ന ഇത്തരത്തിൽ ഓഫറുമായി വന്ന്. അപ്പോൾ അദ്ദേഹം നിരസിച്ചു. അദ്ദേഹം പറഞ്ഞു ഇത് പാർട്ടിയുടെ തീരുമാനമാണ്, അതിൽ ഒരു മാറ്റം എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ വീഡിയോ പോലും ഉണ്ട് അവിടെ വന്ന് സംസാരിച്ചതിൻ്റെ തെളിവുകളടക്കം. അപ്പോൾ അത് കഴിഞ്ഞ് നടക്കില്ല എന്നുണ്ടോ പിറ്റേ ദിവസം വന്നുകൊണ്ട് ശനിയാഴ്ച ഈ സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളെ മുഴുവൻ ഭീഷണിപ്പെടുത്തുകയും. അപ്പോൾ അവിടുത്തെ ആളുകൾ വിളിച്ചു പറഞ്ഞു താൽക്കാലികമായിട്ട് ഇന്നലെ ഈ ചിഹ്നം അനുവദിച്ച് കിട്ടുന്നവരെ, കാരണം അപ്പോഴാണല്ലോ ശരിക്ക് സ്ഥാനാർത്ഥി പൂർണ്ണമായിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ, അതുവരെ അവരെ ബന്ധുവീട്ടിലേക്ക് പോലും ഈ സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തേണ്ടെന്നു. അത്രയധികം പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ ഒരിക്കലും ഞങ്ങൾ ഈ ചിഹ്നം ഇതുപോലെ റിട്ടേണിംഗ് ഓഫീസർ അനുവദിക്കില്ല എന്ന് അറിയാമായിരുന്നില്ല. കാരണം കേരളത്തിൽ എല്ലാ സ്ഥലത്തും ചിഹ്നം അനുവദിച്ചിട്ടുണ്ട്. ഈ ചിഹ്നം അനുവദിക്കാതിരുന്നതിൽ എന്തെങ്കിലും ഗൂഢാലോചനയുള്ളതായിട്ട് തോന്നുന്നു? തീർച്ചയായും. ഈവൻ മിനിസ്റ്റർ നേരിട്ട് അതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം റസാഖ് മൗലവിയും AK ശശീന്ദ്രൻ മിനിസ്റ്ററുമായിട്ടുള്ള ബന്ധം അതാണ്. അവർ തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളും ഏത് കാര്യമുണ്ടെങ്കിലും റസാഖ് മൗലവി അറിയാതൊരു കാര്യം നടക്കില്ല എന്നെനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഈ ചിഹ്നം നൽകാതെ, ബാക്കി കേരളത്തിൽ ഒരു സ്ഥലത്ത് ആ പ്രശ്നം ഉണ്ടായിട്ടില്ല, ഇവിടെ മാത്രം എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി? അപ്പോൾ അതിൻ്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് തീർച്ചയായും. മാത്രമല്ല പൈസ ഓഫർ ചെയ്തിട്ടുണ്ട്. അവിടെ റസാഖ് മൗലവിയുടെ ബന്ധുക്കൾ വഴിയും ഈ പറയുന്ന സ്ഥാനാർത്ഥിക്ക് വേറെ അവിടെ ഓഫർ ചെയ്തു. ഇവിടെ നടക്കില്ല എന്ന് കണ്ടപ്പോൾ ജില്ലാ ബന്ധപ്പെട്ട് എന്താണ് ഒരു തുടർ നടപടി സ്വീകരിച്ചിരിക്കുന്നത്? ഞങ്ങൾ ഇപ്പോൾ ഇന്ന് ഓൾറെഡി ഒരു പരാതി തീർച്ചയായിട്ടും ജില്ലാ കളക്ടർ കൊടുക്കണം. അതിപ്പോൾ ഇന്ന് കാലത്ത് 10 മണിക്ക് തന്നെ പരാതി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കോപ്പി അവിടെ നിന്ന് സ്വീകരിച്ചതിന് ശേഷം ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുകയും ചെയ്യും.
അതിനുള്ള എല്ലാ നടപടികളുമായിട്ടുണ്ട്. ഇത് വളരെ വളരെ കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. ഗൂഢാലോചന നടത്തി, അതുകൊണ്ട് റിട്ടേണിംഗ് ഓഫീസറെ തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ്ലി സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇതിന് അന്വേഷണം പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷനോട് പറയാനുള്ളത്. നേരത്തെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ലെറ്റർ ഹെഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിൽ ഇതിന് എന്തെങ്കിലും ഇടപെടലുണ്ട്? അതും ഈ പാലക്കാട് തന്നെയാണ്. പാലക്കാടിൽ അന്ന് ഇതേപോലെ തന്നെ കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിൻ്റെ ലെറ്റർ ആണ് കോപ്പി എടുത്തുകൊണ്ട് തിരുത്തിക്കൊണ്ട് NCPയുടെ പേരിൽ ഇത് ചെയ്തുകൊണ്ട് ആളുകളെ റിക്രൂട്ട്മെൻറ്റിന് തയ്യാറാണ്, അതിന് ഉടനെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ലെറ്റർ കൊടുത്തു. ഞാനതിന് അന്ന് പത്രസമ്മേളനം നടത്തിയതാണ്, പരാതിയും കൊടുത്തു. അതിനന്ന് ഉടനെ തന്നെ മിനിസ്റ്റർ ഇടപെട്ട് ഇത് അന്വേഷിക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് ഒഴിയുണ്ടായത്. എന്തുകൊണ്ട് അതിൻ്റെ ഇത്ര നാളായിട്ടില്ല? ഒരു കൺസർവേഷൻ ഫോറസ്റ്റിൻ്റെ ലെറ്ററാണ് എഴുതിയിട്ടുള്ളത്, ഗവൺമെൻറ് ലെറ്ററാണ് ദുരുപയോഗിച്ചിട്ടുള്ളത്. അതിലും പാലക്കാടുള്ള മൗലവിയും ഇതുപോലുള്ള അദ്ദേഹത്തിൻ്റെ അനുയായികൾ, യൂത്തിൻ്റെ ആളുകളുമായി ഇടപെട്ടിട്ടുണ്ടെന്നുള്ളത് അന്നേ ഞങ്ങൾ ഒരു പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊരു ഗൂഢസംഘമാണ് അവിടുത്തെ, അവരാണിത് ചെയ്തിട്ടുള്ളത്. ഇതോടെ അവസാനിപ്പിക്കണം. ശരി, എന്തായാലും ഇക്കാര്യത്തിൽ നിയമപരമായി നേരിടാൻ തന്നെയാണ് ഔദ്യോഗിക പക്ഷത്തിൻ്റെ തീരുമാനം. കൊച്ചിയിൽ നിന്ന് സച്ചിൻ സജിക്കൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.